നിങ്ങളുടെ മുഖം നിങ്ങളുടെ അനുവാദമില്ലാതെ ഏതെങ്കിലും മാധ്യമങ്ങളിൽ വരുന്നത് ഇഷ്ടമാണോ? അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുള്ളൊരു കാര്യമല്ലേ? എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ തൊഴഞ്ഞ് നമ്മളിതേ 3000 കുടുംബങ്ങളുള്ള ഒരു ചാനലായിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങളാണ് ഇതിന് കാരണം. ഞാൻ വീഡിയോ ഇടുന്നത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ സപ്പോർട്ടും നിങ്ങളാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുകയാണ്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അതിനും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ഇപ്പോൾ തള്ളിവിട്ടതുപോലെ തന്നെ ഇനി മുന്നോട്ടും തള്ളിവിടുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ കൂടി ചെയ്ത് വെച്ചേക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ചാനലിൽ വരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓടിച്ചാടി വന്ന് വീഡിയോ കാണാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വലിയ വിഷയമൊന്നുമല്ല, ചെറിയൊരു കാര്യമാണ്. പക്ഷേ അത് ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്താണെന്നല്ലേ, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നടൻ സലീം കുമാർ പറഞ്ഞൊരു പരാമർശത്തെക്കുറിച്ച്. അദ്ദേഹം പറവൂർ മുതൽ കോഴിക്കോട് വരെ യാത്ര ചെയ്തതിനിടയിൽ ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റോഡിൽ കൂടി യാത്ര ചെയ്യുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു. റോഡ് ക്രോസ് ചെയ്യുമ്പോഴായിക്കോട്ടെ, അതല്ലാത്ത നടക്കുമ്പോഴായിക്കോട്ടെ ഒക്കെ അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ നമ്മുടെ അഭിപ്രായം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ പരാമർശത്തോട് യോജിച്ചുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആൾക്കാരെക്കുറിച്ച് മാത്രം സംസാരിച്ചതിലാണ് നമ്മൾ നമ്മുടെ വിയോജിപ്പ് പറഞ്ഞത്. ഇന്ന് രാവിലെ യൂട്യൂബിൽ റിപ്പോർട്ടർ ചാനലിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ അവരൊരു വലിയൊരു സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് കോഴിക്കോട് ടൗണിൽ ഇറങ്ങി എത്ര പേരാണ് ഫോണിൽ സംസാരിച്ച് യാത്ര ചെയ്യുന്നതെന്ന് ഒരു അന്വേഷണം നടത്തി. ഞാൻ ഈ വിഷയം എടുക്കാനുള്ള കാരണമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം നിങ്ങളുടെ അനുവാദമില്ലാതെ ഏതെങ്കിലും മാധ്യമങ്ങളിൽ വരുന്നത് ഇഷ്ടമാണോ? അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ അനുവാദമില്ലാതെ ഇപ്പം അഭിനയിക്കാൻ പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ചെയ്യാൻ പോകുന്നു, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുഖം മാധ്യമങ്ങളിലൂടെ വരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ വന്ന ആ റിപ്പോർട്ട് നിങ്ങളൊന്ന് കാണണം. ഈ റിപ്പോർട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് പൂർണ്ണമായിട്ട് കാണിക്കാൻ പറ്റില്ല, അതായത് തെളിവോടെ കാണിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവരും ഞാനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാതായി പോകും. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമേ ഞാനൊന്ന് കാണിച്ചു പോകത്തുള്ളൂ. നമുക്ക് എന്തായാലും ആ റിപ്പോർട്ട് ഒന്ന് കണ്ടു നോക്കാം. റോഡിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടികൾ മോദിയേക്കാൾ തിരക്കുള്ളവരാണ്. റോഡിൽ കണ്ട കാഴ്ച തുറന്നു പറഞ്ഞ നടൻ സലീം കുമാറിനെതിരെ വിമർശനങ്ങൾ. വാർത്ത വായിക്കുന്ന ആളെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? പലപ്പോഴും കുഞ്ഞു കുഞ്ഞു വിവാദങ്ങളിൽ പെടുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെയും ഒരു വിവാദത്തിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. നമുക്ക് ബാക്കി കാണാം. വിമർശിക്കുന്നവർ റോഡിൽ ഇറങ്ങി നോക്കിയാൽ കാണാം സലീം കുമാർ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം. റോഡിലൂടെ പോകുന്ന പെൺപിള്ളേരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾ നാളുകൾ ശ്രദ്ധിച്ചോ, ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല. അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദിക്കുണ്ടാവില്ല ഈ തിരക്ക്, നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോകാം. ഇവർ എന്തെന്നാണ് പറയുന്നത്? പ്രധാനമന്ത്രിയേക്കാൾ തിരക്കുള്ള പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും മുതിർന്നവരുമുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരുപക്ഷേ കോഴിക്കോട് നഗരത്തിലെ കാഴ്ച മാത്രമാകാൻ സാധ്യതയില്ല. എങ്കിൽ കൂടി സലീം കുമാർ പറഞ്ഞ സാഹചര്യത്തിൽ കോഴിക്കോട് നഗരത്തിലെ ഈ കാഴ്ചകളൊന്ന് കണ്ടു നോക്കൂ. വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ മൊബൈൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. കാൽനട യാത്രക്കാർ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സിഗ്നൽ ജംഗ്ഷനിൽ നമ്മുടെ വാഹനങ്ങൾക്കാണ് പ്രാധാന്യം. സീബ്ര ലൈൻ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് 24 hours സീബ്ര ലൈൻ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വാഹനം സിഗ്നൽ ഗ്രീനിൽ പോകുന്ന സമയത്ത് വരെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വരെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും അശ്രദ്ധമായിട്ടും റോഡ് ക്രോസ് ചെയ്യുന്ന സാധ്യത നമ്മൾ 4 ഭാഗം നമുക്ക് ഒരേ സമയത്ത് ശ്രദ്ധിക്കാം. പരമാവധി നമ്മൾ ആളുകളെ പിടിച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാരണം വലിയ വാഹനങ്ങളാണ്, അവർ സ്റ്റാൻഡിലെത്താനൊക്കെ സമയം വളരെ പരിമിതമായതുകൊണ്ട് അതിവേഗതയിൽ വരുന്ന വാഹനങ്ങളാണ് സിഗ്നൽ ഉണ്ടാവുക. പക്ഷേ ആളുകൾക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ മെയിൻ. ഓക്കെ, അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യത്തോടും സലീമേട്ടൻ പറഞ്ഞ കാര്യത്തോടും ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പക്ഷേ അതിനകത്ത് സലീമേട്ടൻ്റെ വാചകത്തിൽ ഒരു ചെറിയ തിരുത്ത് എനിക്ക് ഫീൽ ചെയ്തത്, പെൺകുട്ടികൾ മാത്രമല്ല മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്, എല്ലാവരും ഇന്ന് മൊബൈൽ ഫോൺ അഡിക്റ്റായ ആളുകൾ തന്നെയാണ്. എല്ലാവരും റോഡിൽ കൂടി, ഇപ്പം ഞാൻ ഉൾപ്പെടെ എല്ലാവരും റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ വണ്ടിയിൽ പോലും യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. സോ ഇവിടുത്തെ നമ്മുടെ വിഷയം ഇതൊന്നും അല്ല. ഇതിൽ കുറേ ആൾക്കാർ കാണിക്കുന്നുണ്ട്. ഒരു മാധ്യമം എന്ന് പറഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ആർക്കും ഉണ്ടല്ലേ? എല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് മൈക്കും ക്യാമറയും കൊണ്ട് പോകുന്നതല്ല. ഈ ആൾക്കാരുടെ കൺസെൻറ്റോട് കൂടിയാണോ റിപ്പോർട്ടർ ചാനൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്? അവർ മൊബൈൽ ഉപയോഗിക്കുന്നു. ഇവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കളോ ഈ വീഡിയോ കാണുമ്പോൾ ഇവരെ തിരിച്ചറിയുകയും അവരെ കളിയാക്കാനും അല്ലെങ്കിൽ അവരെ മോശമായിട്ട് സംസാരിക്കാനും ഒക്കെ കാരണമാവില്ലേ? എന്തുകൊണ്ട് ഈ റിപ്പോർട്ടർ ചാനലിലെ ഈ റിപ്പോർട്ടറും അല്ലെങ്കിൽ അരുൺകുമാർ ഇത് ചിന്തിച്ചില്ല? വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ എന്തുകൊണ്ട് ഈ വിഷയം എടുത്തു അത് മനസ്സിലാവണമെങ്കിൽ കുറച്ച് ദിവസം മുൻപ് വന്നൊരു വാർത്ത കാണണം. ഞാൻ ആ വാർത്തയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അനുമതിയില്ലാതെ അപകീർത്തിപ്പെടുത്തും വിധം അധ്യാപികയുടെ ഫോട്ടോ സിനിമയിൽ ഉപയോഗിച്ചതിനെതിരെ കോടതി നടപടി. ചാലക്കുടി കാടുകുറ്റി സ്വദേശി പ്രിൻസി ഫ്രാൻസിസിന് നഷ്ടപരിഹാരം നൽകാൻ ചാലക്കുടി മുനിസിപ്പൽ കോടതി ഉത്തരവിട്ടു. 1 ലക്ഷം രൂപയും കോടതി ചെലവിനത്തിൽ 1,68,000 രൂപയും നഷ്ടപരിഹാരമായി സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും നൽകണം. എങ്ങനെ ഇരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. അനുമതിയില്ലാതെ ഒരാളുടെ ഫോട്ടോ സിനിമയിൽ ചിത്രീകരിച്ചതിന് 1,68,000 രൂപ
ഫൈൻ അടിച്ചു കൊടുത്തു കോടതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ടർ ചാനലിനും ഈ അരുൺകുമാറിനുമെതിരെ എത്ര പേര് കംപ്ലയിൻറ്റ് കൊടുക്കണം? അല്ല, ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ്. ഇത് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുള്ളൊരു കാര്യമല്ലേ? ഒരു മാധ്യമപ്രവർത്തകനായ അരുൺകുമാറിന് അത് അറിയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ വീഡിയോ ആണ് ഇതുപോലെ വന്നതെങ്കിൽ നിങ്ങൾ അവരെ വെറുതെ വിടുമോ? ഒരു ചേച്ചിയെ കാണിക്കുന്നുണ്ട്, കുറേ പെൺകുട്ടികളെ കാണിക്കുന്നുണ്ട്, കുറേ പയ്യന്മാരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം പ്രൈവസി എന്ന് പറയുന്ന സാധനമില്ലേ? അതോ ഇനി അവരുടെ അനുവാദത്തോടു കൂടിയാണോ റിപ്പോർട്ടർ ചാനൽ ഇത് ഷൂട്ട് ചെയ്തത്? എനിക്കറിയില്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെയൊക്കെ സ്വകാര്യത എവിടെയാണ് സൂക്ഷിക്കപ്പെടുന്നത്? റോഡ് ഇറങ്ങി നടക്കുമ്പോൾ ഏതൊക്കെ മാധ്യമങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ മീഡിയാസ് ആണ് നമ്മളെ ക്യാപ്ചർ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. ഈ പറഞ്ഞ ആൾക്കാരൊന്നും അറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നല്ലോ ഇവർ ഈ വീഡിയോ എടുത്തേക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയുക. ആലോചിക്കണം. ഒരു സിനിമയിൽ തൻ്റെ ഫോട്ടോ വന്നതിൻ്റെ പേരിലാണ്, അതൊരു അധ്യാപികയാണ്, അവരുടെ ഫോട്ടോ വന്നതിൻ്റെ പേരിലാണ് അവർ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തത്. ആ സിനിമയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പ്രൊഡ്യൂസറുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളൊക്കെ കഴിഞ്ഞ 2 ദിവസം മുന്നേ വന്ന ന്യൂസിലൊക്കെ കണ്ടു കാണും ആ പ്രൊഡ്യൂസർ ആരാണെന്നും സിനിമ ഏതാണെന്നൊക്കെ കണ്ടു കാണും. ഇവിടെ ഒരു കൂട്ടം ആളുകളുടെ വീഡിയോ എടുത്ത് പബ്ലിക്കായിട്ട് കൊടുത്ത് അവരൊരു വലിയ ക്രൈം ചെയ്തു എന്ന രീതിയിൽ കാണിക്കുകയാണ്. അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. റോഡ് മുറിച്ച് കടക്കുമ്പോൾ മൊബൈൽ ഉപയോഗിച്ചത് തെറ്റ് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അത് അവരുടെ അനുവാദമില്ലാതെ ഷൂട്ട് ചെയ്ത് റിപ്പോർട്ടർ ചാനൽ പോലുള്ള ഒരു ചാനൽ ഇടാൻ ഇവർക്ക് ആര് അനുവാദം കൊടുത്തു? ഇതാണ് എൻ്റെ ചോദ്യം. ഉറപ്പായിട്ടും കാണിച്ച ആ വീഡിയോയിൽ വന്ന ആളുകൾ എല്ലാവരും കൂടി റിപ്പോർട്ടർ ചാനലിനെതിരെ ഒരു കേസ് കൊടുത്താൽ അവർക്കും നഷ്ടപ്പെട്ടത് മാനമല്ലേ? അപ്പോൾ ഇവരെന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്? ആവിഷ്കാര സ്വാതന്ത്ര്യം അതെല്ലാവർക്കും ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് മറ്റൊരുത്തൻ്റെ മൂക്കിൻ തുമ്പത്ത് മാത്രമാണ്. അതിനപ്പുറം കയറാൻ അവകാശം ആർക്കുമില്ല. സോ എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങളുടെ അഭിപ്രായം ബോധ്യപ്പെടുത്താം. ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിക്കാം. ഞാൻ ഇപ്പോഴും പറയുന്നു, സലിമേട്ടൻ പറഞ്ഞ ആ പരാമർശത്തോടോ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ ഒരു ഇടപെടലിനോടോ ഉള്ള വിയോജിപ്പല്ല ഞാൻ പറഞ്ഞത്. ഇവർ ഈ വീഡിയോ ഇട്ടപ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ മുഖമെങ്കിലും ഒന്ന് ബ്ലർ ചെയ്ത് കാണിക്കായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അവരുടെ മുഖം വ്യക്തമായിട്ട് കാണിക്കില്ല എന്ന് പറഞ്ഞത്. അത് അവരുടെ പ്രൈവസിയാണ്. അവരുടെ പ്രൈവസി കയറി കളിക്കാൻ നമുക്ക് യാതൊരു അവകാശമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിത് ചെയ്തെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് കമൻ്റായിട്ട് എഴുതിയിടാം. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ആ ഒരു ഹൃദയമെങ്കിലും കമൻ്റായിട്ട് കൊണ്ടുവയ്ക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.